കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും Predictive question പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BGYCT 133 പേപ്പർ കോഡ് ആയിട്ടുള്ള ക്രിസ്റ്റലോഗ്രഫി, മിനറോളജി ആൻഡ് എക്കണോമിക് ജിയോളജി എന്ന് പറയുന്ന പേപ്പറാണ്. ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോപ്പർലി സ്ട്രാറ്റജിക്കലി നിങ്ങളുടെ പ്രിപ്പറേഷനെയും നിങ്ങളുടെ ടൈമിനെയും ചാനൽ ചെയ്ത് പ്രിപ്പറേഷൻ കുറെ കൂടെ സ്ട്രോങ് ആക്കുകയും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റോഡ് മാപ്പ് എന്ന രീതിയിലാണ്. ഇവിടെ നമ്മൾ സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട്. എക്സാം പാറ്റേൺ അനാലിസിസ് വഴി ഏതൊക്കെ ഏരിയാസിന് എത്രയാണ് വെയിറ്റേജ് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് റിക്വയറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് മോസ്റ്റ് റിപ്പീറ്റിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എടുത്ത് കാണിക്കുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ എല്ലാം ഇവാലുവേഷൻ വഴി മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രഡിക്ഷൻ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ടേം ആൻഡ് എക്സാംസിന്റെ മോക്ക് പേപ്പർ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർ പ്രിപ്പറേഷനെ ഒന്ന് ചെക്ക് ചെയ്യാനും എവിടെയെങ്കിലും നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുമായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. നമ്മൾ ഈ ഒരു ഫുൾ ഡാറ്റ ഒരു റാൻഡം സജഷനോ അല്ലെങ്കിൽ റാൻഡം പ്രഡിക്ഷനോ അല്ല, നമ്മൾ പ്രോപ്പർലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റയാണ്. സോ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ യു ടു പ്രിപ്പയർ മോർ എഫിഷ്യൻ്റ്ലി. സോ സിലബസ് മാപ്പിംഗിൽ നമുക്ക് തുടങ്ങാം. ബ്ലോക്ക് 1 ക്രിസ്റ്റലോഗ്രാഫി ആൻഡ് മിനറോളജി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്രിസ്റ്റൽ പ്രോപ്പർട്ടീസ്, ക്രിസ്റ്റൽ ഫോംസ്, പാർട്സ്, ഫേസസ് എല്ലാം 5 തവണ വന്നിട്ടുള്ളതാണ്. അതൊരു മീഡിയം റെലവൻസിലുള്ള ടോപ്പിക്കാണ്. അതർ ദാൻ ദാറ്റ് ക്രിസ്റ്റൽ പ്രോപ്പർട്ടീസിലെ തന്നെ ഇന്റർഫേഷ്യൽ ആംഗിള്, സോളിഡ് ആംഗിള്, സോൺ ആൻഡ് സോൺ ആക്സസ്, ക്രിസ്റ്റലോഗ്രാഫിക് ആക്സസസ് എല്ലാം ലോ റെലവൻസിൽ വരുന്ന ടോപ്പിക്കുകളാണ്. വേറാസ് യൂണിറ്റ് 2 ക്രിസ്റ്റൽ സിമെട്രിയിലെ എലമെന്റ്സ് ഓഫ് സിമെട്രി ഓർ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് മീഡിയം റെലവൻസിലുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മീഡിയം റെലവൻസിലുള്ള വേറൊരു ടോപ്പിക്കാണ് ക്രിസ്റ്റൽ സിസ്റ്റം. യൂണിറ്റ് 3 ക്രിസ്റ്റൽ സിസ്റ്റത്തിലെ ക്യൂബിക്, ടെട്രാഗണൽ, ഹെക്സാഗണൽ, ഓർത്തോ റോംബിക് സിസ്റ്റം ഒക്കെ മീഡിയം റെലവൻസിലാണ്. ഓൾസോ ഫെഡ്സ്പെയർ അല്ലെങ്കിൽ പ്ലാഗിയോക്ലേസ് എല്ലാം മീഡിയം റെലവൻസിൽ ഉള്ളതാണ്. വേറാസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ക്ലീവേജ് വേഴ്സസ് ഫ്രാക്ചേഴ്സ്, സ്ട്രീക്ക്, ലെക്ചർ, മൂവ്സ് ഒക്കെ ഹൈ റെലവൻസിലാണ് വരുന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് ക്രിസ്റ്റലോഗ്രാഫി ഓർ റാഷണൽ ഇൻഡിസസ്, ദെൻ ക്രിസ്റ്റൽ സിസ്റ്റംസ്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസ്, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ, സിലിക്കേസ് ഒക്കെ ലോ റെലവൻസിലുള്ള ടോപ്പിക്കുകളാണ്. ദെൻ എഗെയിൻ ഒലിവൈൻ ആൻഡ് ഗ്രാനൈറ്റ്, ഓക്യുജേറ്റ്, ഹോൺ ബ്ലെൻഡ്, ക്വാർട്സ്, കാൽസിറ്റ് ഇതെല്ലാം ഹൈ റെലവൻസിൽ വരുന്ന ടോപ്പിക് ആകുമ്പം മൈക്ക ഗ്രൂപ്പ്, ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പെസിഫിക് മിനറൽസ്, പോളറൈസേഷൻ ഓഫ് മൈക്രോസ്കോപ്പ്, PLEO അല്ലെങ്കിൽ ഡെഫിനീഷൻ ഓഫ് ഓർ ഡെപ്പോസിറ്റ് ഓർ ഗ്രേഡ്, ദെൻ ഓർ ബോഡീസ് എല്ലാം ഹൈ റെലവൻസിലുള്ള മീഡിയം റെലവൻസിലുള്ള ടോപ്പിക്കുകളാണ്. വേറെ മീഡിയം റെലവൻസിലുള്ള ടോപ്പിക്കുകളാണ് അയൺ ഓർ കോപ്പർ, അലുമിനിയം ഓറുകൾ, അതിൻ്റെ യൂസസും ഡിസ്ട്രിബ്യൂഷനും, ഇൻഡസ്ട്രിയൽ മിനറൽസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, മൈക്ക, ജിപ്സം ഒക്കെ മീഡിയം റെലവൻസിൽ വരുന്ന ഏരിയാസ് ആണ്. എങ്കിൽ കോള്, റാങ്ക്സ്, ടൈപ്സ്, ഇന്ത്യൻ ഒക്കറൻസും പെട്രോളിയവും എല്ലാം ഹൈ റെലവൻസിൽ വരുന്ന ടോപ്പിക്കാണ്. 10 തവണ അതിൻ്റെ അപ്പിയറൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. വെറാസ് പ്രോസസ് ഓഫ് ഹൈഡ്രോ തെർമൽ കോൺടാക്ട്, മെറ്റലോസൊമാറ്റിസം, എക്സോജീനസ് ഓർ എൻഡോജീനസ് ഒക്കെ ലോ റെലവൻസിലാണ് വരുന്ന ടോപ്പിക്കുകൾ. ഈ ഒരു പ്രോപ്പർ ഇവാലുവേഷൻ്റെ ബേസിസിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഇവാലുവേഷൻ്റെ ബേസിസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബാർ ഡയഗ്രാം ആണ്. ഇതിൽ ബ്ലോക്ക് 2 ആണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം കൂടുതൽ ടോപ്പിക്സ് ഈ ഒരു ഏരിയയിൽ നിന്ന്
കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനെ ഫോളോ ചെയ്ത് ബ്ലോക്ക് 4 എക്കണോമിക് ജിയോളജി എന്ന് പറയുന്നതും, ദെൻ അതിനെ ഫോളോ ചെയ്ത് ബ്ലോക്ക് 1 ക്രിസ്റ്റലോഗ്രഫി ആൻഡ് മിനറോളജി, ദെൻ ബ്ലോക്ക് 3. ഈ ബ്ലോക്ക് 3 ആണ് ലെസ് റെലവൻറ്റ് എന്നുള്ളതല്ല, കൂടുതൽ ക്വസ്റ്റ്യൻസും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ കമ്പാരിറ്റീവ്ലി. പക്ഷെ അത് പഠിക്കേണ്ട എന്നതല്ല അതിന് അർത്ഥം. നിങ്ങൾ പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ഈ ഒരു കൂടുതൽ ടോപ്പിക്ക് വന്നിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആയിരിക്കും. സോ അതിന് കുറച്ചുകൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ തന്നെ ടൈമിനെ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു ഹീറ്റ് മാപ്പ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കളർ റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്. യെല്ലോ ആണ് ഹൈ റെലവൻറ്റ് ടോപ്പിക്കിൻ്റെ ഏരിയ, ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന രീതിയിൽ. ബാക്കി കളർ റെഫറൻസസ് വെച്ച് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം ഏതൊക്കെയാണ് ബ്ലോക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ ബ്ലോക്സിലെ യൂണിറ്റ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന്. നമുക്ക് കുറച്ച് ടോപ്പ് 3 ഹൈ യീൽഡ് ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്രിസ്റ്റലോഗ്രഫി ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പെസിഫിക് മിനറൽസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ബിറ്റ്വീൻ ക്രൂസ്ഡ് നൈക്കോസ് ഓർ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്രോംപ്റ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ജനറൽ ഓപ്റ്റിക്കൽ സെറ്റ്, ദെൻ എലമെന്റ്സ് ഓർ പ്ലെയിൻ ഓഫ് സിമെട്രി. ഈ 3 ടോപ്പിക്കാണ് ഹൈ യീൽഡ് ടോപ്പിക്കായിട്ട് ക്രിസ്റ്റലോഗ്രഫി ആൻഡ് ഒപ്റ്റിക്കലിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ എക്കണോമിക് ജിയോളജിയിലേക്ക് വരികയാണെങ്കിൽ കോള്, ഓർ ബോഡീസ് ആൻഡ് റിലേറ്റീവ് ടേംസ്, ഇൻഡസ്ട്രിയൽ മിനറൽസ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, മൈക്ക ജിപ്സം ഒക്കെ. അതാണ് ബേസിക്കലി ഹൈ യീൽഡ് ടോപ്പിക്കായിട്ട് എക്കണോമിക് ജിയോളജിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ വെരി ഷോർട്ട് ആൻസേഴ്സ് 2 മാർക്സിന് 5x2 എന്നുള്ള രീതിയിൽ 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റൻസ് ആയിട്ട് വരും. ദെൻ അതിനെ 30 to 50 വേർഡ്സിൽ വേർഡ്സിലോ അല്ലെങ്കിൽ 3 to 5 ബുള്ളറ്റ് പോയിന്റ്സിലോ കൃത്യമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ഇനി ഒരു ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഒരു ഡയഗ്രാം ക്ലീൻ ആയിട്ട് ലേബിൾ ചെയ്തിട്ടുള്ളത് പ്രസന്റ് ചെയ്യാം. ഷോർട്ട് നോട്ട്സിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ 5 മാർക്സ് ആയിരിക്കും. 4x5 എന്ന് പറയുന്നത് 20 ഫ്രം 8 ഓപ്ഷൻസ് ആണ്. 120 to 150 വേർഡ്സിൽ ഡെഫിനേഷനും കീ ഫീച്ചറും എക്സാമ്പിൾ ഓർ ഡയഗ്രാം വെച്ചിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ലോങ് ആൻസർ ഓർ എസ് എ ക്വസ്റ്റൻ 10 മാർക്ക് ക്വസ്റ്റനിലായിരിക്കും. 220 to 300 വേർഡ്സിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഹെഡിങ്സും ലേബിൾഡ് ആയിട്ടുള്ള ഫിഗേഴ്സും ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. 4 to 5 സ്കോറിംഗ് പോയിന്റ്സും അതിലുണ്ടാവണം. 2 പാർട്സ് തിമാറ്റിക് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2x5 മാർക്സിന്റെ അപ്പിയറൻസിൽ വരുമ്പോൾ 2 ഷോർട്ട് നോട്ട്സ് കൊടുക്കുക. 120 to 150 വേർഡ്സ് ഈച്ച് എന്നുള്ള രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ 5 മാർക്സ് ക്വസ്റ്റ്യൻസിന്റെ ഷോർട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ വരും. ദെൻ ലോങ് ആൻസേഴ്സ് എസ് എ വരും 10 മാർക്കിന്റെ. അതിൽ പ്രോപ്പർലി അസസ്മെന്റ് ബ്രെഡ്ത്ത് പ്ലസ് ഇന്റഗ്രേഷൻ, അതിൽ ഡെഫിനേഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രോസസ് ഓർ യൂസസ്, ഇന്ത്യൻ ഒക്കറൻസ് വേർ റെലവൻറ്റ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡയഗ്രാംസ് 1 to 2 നീറ്റ് ഡയഗ്രാംസിൽ 6 to 8 സ്കോറിംഗ് പോയിന്റ്സിൽ റെപ്രസെന്റ് ചെയ്യാം. വെരി ഷോർട്ട് ആൻസേഴ്സ് പറയുന്നത് ടെസ്റ്റ്, ഡെഫിനേഷൻ, ഡിസ്റ്റിങ്ഷൻ ആൻഡ് നെയിംഡ് പ്രോപ്പർട്ടീസ് ആണ്. അത് വളരെ പ്രിസൈസ് ആയിട്ട് 1 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് എക്സാമ്പിൾ ഓർ ലേബിൾഡ് സ്കെച്ച് ഡയഗ്രാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി 2 പാർട്ട് തിമാറ്റിക്സിൽ വരുന്ന 2x5 എന്നുള്ള രീതിയിൽ കവറേജ് കൂടുതലായിട്ട് നിങ്ങൾ മിനി തീംസിന് കൊടുക്കുക. അതിലിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എക്സിയൽ റേഷ്യോ, നോൺ മെറ്റാലിക് ക്ലസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിനെ സപ്പാർട്ടായിട്ട് 5 മാർക്കേഴ്സ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അതിന് ഷോർട്ട് എസേസ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ കുറെ കൂടെ എളുപ്പം ഉണ്ടാവും. നമ്മുടെ മാർക്ക് റെലവൻസിൽ വരികയാണെങ്കിൽ ആവറേജ് ബ്ലോക്ക് 1 ടോട്ടൽ ഷെയറിൽ 11.6 ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് 20.8 ആണ്. ബ്ലോക്ക് 3 9.3, ബ്ലോക്ക് 4 22.1 എന്നുള്ള രീതിയിലാണ് വരിക. അൺക്ലാസിഫൈഡ് ആയിട്ട് ഏരിയ 35.9. അപ്പം കൂടുതലും ഈ ഒരു ഏരിയയും റെലവൻ്റ് ആയിട്ടുള്ള ന്യൂ ട്രെൻഡ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. കാരണം കംപ്ലീറ്റ്ലി ഡേ ബൈ ഡേ മാറ്റം വരുന്ന ഒരു ഏരിയ കൂടി ആയതുകൊണ്ടും പുതിയ ഇൻവെൻഷൻസും പുതിയ പോളിസീസും പുതിയ പ്രൊജക്ട്സും ഒക്കെ ഇൻവെന്റഡ് ആകുന്ന ഒരു ഏരിയ ആണ് ക്രിസ്റ്റലോഗ്രാഫി എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കറണ്ട് ട്രെൻഡ്സിനെ കൂടി ഫോളോ ചെയ്ത് പോവുക. ഇത് അതിൻ്റെ വിഷ്വലൈസേഷൻ ആണ് കേട്ടോ, നമ്മൾ ഈ പറഞ്ഞ ഡാറ്റയുടെ വിഷ്വലൈസേഷൻ. ദെൻ ക്വസ്റ്റ്യൻ ഷിപ്സിൽ 2x5 എന്ന് പറയുന്ന 21% ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും. 10 മിനി മാർക്ക് സിംഗിൾ 10 മാർക്ക് എസ്സേസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പർലി നിങ്ങളുടെ എസ്സേസിനെ
ഒരു സ്ട്രക്ചർ ഓൾറെഡി ഉണ്ടാക്കി വെക്കുക. എസ്സേസ് വരാൻ ചാൻസസ് ഉള്ളത് എന്ന് തോന്നുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മൾ പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതിനെ പ്രോപ്പർലി നിങ്ങൾ അതിനൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെക്കുക, അത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും വളരെ ഈസിലി അതിനെ അപ്രോച്ച് ചെയ്യാനും അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ടും എളുപ്പം പറ്റും. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് അനുസരിച്ച് അതിന് ടൈം അലോട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർലി ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇനി നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ടോപ്പിക്സിലെ മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കോൾസ്, റാങ്കും ടൈപ്പും ഒക്കറൻസും ഒക്കെ, ക്രിസ്റ്റൽ സിസ്റ്റം, ഫിസിക്കൽ properties and diagnostics, optical properties of specific rocks, mica group properties, petroleum, ore bodies and related terms, feldspar and plagioclase, properties and twinning, then interfacial angle, structural classification of silicates. ഇതാണ് ബേസിക്കലി വന്നിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് റിക്വയറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ കോൾസ്, റാങ്ക് ആൻഡ് ടൈപ്സ് ഒക്കറൻസ് 7 തവണ വന്നിട്ടുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പെസിഫിക് RFM 7 ടൈംസ് അപ്പിയറൻസ് വന്നിട്ടുള്ളതാ. ദെൻ ഫോളോഡ് ബൈ ക്രിസ്റ്റൽ സിസ്റ്റം, മൈക്ക ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ്, ഓർ ബോഡീസ്, ഫെഡ്സ്പാർ ആൻഡ് പ്ലാജിയോ കേസ് അത് 5 തവണ വന്നിട്ടുണ്ട്. പോളറൈസിംഗ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് 4 തവണയും, പെട്രോളിയം ഇന്റർഫേഷ്യൽ ആംഗിൾ ആൻഡ് എലമെന്റ് ഓഫ് സിമെട്രി പ്ലെയിൻ ഓർ സെന്റർ എന്ന് പറയുന്നത് 3 തവണ ഇതവും. ദെൻ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിലിക്കേറ്റ്സ്, ഒപ്റ്റിക്സ് ബിറ്റ്വീൻ ക്രോസ് നൈക്കോസ് ആൻഡ് ഒപ്റ്റിക്സ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് PPLs 2 തവണയും വീതം വന്നിട്ടുണ്ട്. ദെൻ അതിന്റെ വിഷ്വലൈസേഷൻ ഡാറ്റയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രോപ്പർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻസിനും ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് അനുസരിച്ചുള്ള ടൈം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ പ്രോപ്പർലി ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക എന്ന് പറയുന്ന കോൺട്രാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പർലി കോളം വരച്ച് കമ്പയർ ഷീറ്റ് കൊടുക്കുക വിത്ത് റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഓപ്പോസിറ്റ് പോയിന്റ്സ് വെച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഡയഗ്രാം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വരയ്ക്കുക, കംപ്ലീറ്റ്ലി ലേബൽ ചെയ്യാം. പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസിൽ വരുന്നതിൽ നമ്മളുടെ ക്രിസ്റ്റൽ ഫോംസും പാർട്സും ഫേസസും ദെൻ ഇന്റർഫേഷ്യൽ ആംഗിൾസ്, എലമെന്റ് പ്ലെയിൻസിനൊക്കെ മീഡിയം റെലവൻസ് വരുമ്പോൾ സോളിഡ് ആംഗിൾസ്, സോൺ ആൻഡ് സോൺ ആംഗിൾസ്, ലോ ഓഫ് ക്രിസ്റ്റലോഗ്രഫി ആൻഡ് റാഷണൽ ഇൻഡിസസ് ലോ റെലവൻസിൽ വരുന്നു. വേറാസ് നെയിംഡ് സിസ്റ്റം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മിനറൽസിൻ്റെ, ദെൻ ഗ്രാനൈറ്റ്, അക്വരേറ്റ്, ഹോൺബെൽറ്റ്, ക്വാർട്സ്, കാൽസിറ്റേറ്റ്, ദെൻ ഫെഡറസ് പാനൽ, പ്ലാജിയൂസ് കാൽസ് ഒക്കെ ഹൈ റെലവൻസിൽ വരുന്ന ടോപ്പിക് ആകുമ്പോൾ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ്, ക്രിസ്റ്റൽ സിസ്റ്റംസ്, ദെൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസ് ഇതെല്ലാം ലോ റെലവൻസിൽ വരുന്നു. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിലിക്കേറ്റ് മീഡിയം റെലവൻസിലാണ് വരുന്നത്. ദെൻ ഹൈ റെലവൻസിൽ വരുന്ന വേറെ ടോപ്പിക്കുകളാണ് പ്ലേജിയോക്ലോറിസം, ഹാലോസ്, പ്ലെയിൻ ക്ലോസ്ഡ് നെക്കേഴ്സ് ആൻഡ് എക്സ്റ്റൻഷൻ സോണിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ, കോളിന്റെ റാങ്ക്സ് ആൻഡ് ടൈപ്സും ഒക്കറൻസും, ദെൻ ഓറിന്റെ ബോഡീസ് ആൻഡ് ഗേജസ് ആൻഡ് ഗൂസ് ആൻഡ് പ്ലാൻകേഴ്സ് ഒക്കെ ഹൈ റെലവൻസിൽ വരുന്നത്. ദെൻ ഡെഫിനീഷൻ ഓഫ് ഓർ ആൻഡ് ഗ്രേഡ് അത് മീഡിയം റെലവൻസിലാണ്. സെയിം ഹൈഡ്രോതെർമൽ, ദെൻ നമ്മളുടെ അയൺ, കോപ്പർ, അലുമിനിയം ഓസും ഡിസ്ട്രിബ്യൂഷനും, ഇൻഡസ്ട്രിയൽ മിനറൽസ് ഓർ ബിൽഡിംഗ് മെറ്റീരിയൽസ്, മൈക്ക, ജിപ്സും ഒക്കെ മീഡിയം റെലവൻസിലാണ് വരുന്നത്. ഇനി ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ് ഹൈ റെലവൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് പറയുന്നത് കോൾ, റാങ്ക്സ് ആൻഡ് ടൈപ്സ് ആൻഡ് പെട്രോളിയം. ഈ ഹൈ റെലവൻസ് ടോപ്പിക്കുകൾ ഒരു രീതിയിലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പ്രോപ്പർലി നിങ്ങൾ അതിനെ ആദ്യം തന്നെ കംപ്ലീറ്റ്ലി പഠിച്ചു വയ്ക്കുക, കൂടുതൽ ടൈമും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, കാരണം മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ്. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ക്ലീവേജ്, ഫ്രാക്ചർ, സ്ട്രീക്ക്, ലക്ചർ, ദെൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പെസിഫിക് RFM, പ്ലിയോക്ലോറിസം, ഹാലോസ്, ഒലിവൈൻ, ഗ്രാനൈറ്റ്, ഓഗൈറ്റ്, ഹോൺബ്ലെൻറ്റ്, ക്വാർട്സ്, കാൽസിറ്റേറ്റ്, മൈക്ക ഗ്രൂപ്പ്, പോളറൈസിംഗ് മൈക്രോസ്കോപ്പിക് ആൻഡ് നിക്കൽ, നെയിംഡ് ക്രിസ്റ്റൽ സിസ്റ്റം, ഓർ ബോഡീസ്, ഗേജ് അതെല്ലാം ഹൈ റെലവൻസിലാണ് വരുന്നത്. ദെൻ മീഡിയത്തിലേക്ക് വരുമ്പം ഫെഡ്സ്പാർ, പ്ലാഗിയോ കേസ് ഇൻക്ലൂഡിങ് ട്വിന്നിങ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം. ദെൻ എലമെന്റ്സ് ഓഫ് പ്ലെയിൻസ്, സെന്റർ ഓഫ് സിമെട്രി, ആക്സിയൽ റേഷ്യോ പ്ലെയിൻ, ഇന്റർഫേഷ്യൽ ആക്സിസ് ആംഗിൾ, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിലിക്കേറ്റ്സ്,
കോൾ ഡിസ്ട്രിബ്യൂഷൻ, ഇന്ത്യൻ ഒക്കറൻസ്, ഇതെല്ലാം മീഡിയം റെലവൻസിൽ വരുമ്പോൾ സോൺ ആൻഡ് സോൺ ആക്സിസ്, സോളിഡ് ആംഗുലർ, സ്റ്റോക്ക് വർക്ക്, ഓർ ഗ്രേഡ്, ടെൻഡറും, സോണിങ് ഇൻ മിനറൽസ്, ആപ്ലിക്കേഷൻ ഓഫ് മിനറൽസ് ഇൻ വാർ, ഇതെല്ലാം എന്താ ലോ റിലവൻസിലാണ് വരുന്നത്. സോ ഇതിനെ നമ്മൾ ഡെഫിനേഷൻ പ്ലസ് 1 ഡയഗ്രം അല്ലെങ്കിൽ ഡെഫിനേഷൻ പ്ലസ് എക്സാമ്പിൾ എന്ന രീതിയിലേക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് പേപ്പർ കാണാം. നമ്മളെ ക്രിസ്റ്റലോഗ്രാഫി, മിനറോളജി ആൻഡ് എക്കണോമിക് ജിയോളജി എന്ന് പറയുന്ന പേപ്പറിലെ 2 hours 50 മാർക്സിന്റെ എക്സാക്ട്ലി നിങ്ങളുടെ ടേം ആൻഡ് എക്സാം എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5x2 എന്നുള്ള രീതിയിലാണ്, 10 മാർക്സ് ക്വസ്റ്റ്യൻ, എനി 5 എന്നുള്ളതാണ്. 2 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നിങ്ങളുടെ ആൻസറിനെ സ്ട്രക്ചർ ചെയ്യാം. ആക്സിയൽ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്, മില്ലർ ഇൻഡെക്സ് ചോദിച്ചിട്ടുണ്ട്, ലോ ഓഫ് റേഷൻ ഇൻഡിസസ് ചോദിച്ചിട്ടുണ്ട്, നിക്കോൾ പ്രിസം ചോദിച്ചിട്ടുണ്ട്. ദെൻ ട്രൂ ക്രൈറ്റീരിയ ടു ഡിസ്റ്റിംഗ്വിഷ് ഐസോട്രോപിക് ആൻഡ് അനൈസോട്രോപിക് മിനറൽസ് ചോദിച്ചിട്ടുണ്ട്. 2 ഡയഗ്നോസ്റ്റിക് പ്രോപ്പർട്ടീസ് to identify plateaucles, then stock work, ore grade, 2 rock forming silicate group, plain polarized light ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെഫിനേഷൻ ആയിട്ടാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4x5 എന്നുള്ള രീതിയിൽ 20 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ക്രിസ്റ്റൽ ഫോംസ്, എലമെന്റ്സ് ഓഫ് സിമെട്രി, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബയോലൈറ്റ് ആൻഡ് മെസ്കോക്കോവൈറ്റ്, then optical properties of olivine, structural classification of silicate, concurrent and discordant oral bodies, ഇൻഡസ്ട്രിയൽ മിനറൽസ്, കോറാൻസ് ആൻഡ് ഗ്രേഡ്സ്, അതിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനി 4 ആണ് അതിൻ്റെ ക്രൈറ്റീരിയ. ദെൻ ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 10 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഓർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെട്രഗണൽ ഓർ ഓർത്തോ റോംബിക് ക്രിസ്റ്റൽ സിസ്റ്റം കമ്പയർ ചെയ്യുക, അത് വിത്ത് ആക്സസ്, സിമെട്രി എലമെന്റ്സ് ആൻഡ് കോമൺ ഫോംസ് വെച്ചിട്ട് തന്നെ. ദെൻ ഡിസ്ക്രൈബ് ഓപ്റ്റിക്കൽ ബിഹേവിയർ ബിറ്റ്വീൻ ക്രോസ് നിക്കൽസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ദെൻ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യനാണ്. 10 മാർക്കിൻ്റെ. ഓർ ക്വസ്റ്റ്യനും ഉണ്ട്, 2 പാർട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാം. ഓർ ഫോമിംഗ് പ്രോസസ്സ്, ഹൈഡ്രോതെർമൽ കോൺസെൻട്രേഷൻ ആൻഡ് സൂപ്പർ ജീൻ എൻറിച്ച്മെന്റ് ഒക്കെ. ദെൻ കോൾ ഇൻ ഇന്ത്യ, റാങ്ക് ആൻഡ് മേജർ റിസോഴ്സസ്, അയൺ ഓർ ഇൻ ഇന്ത്യ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസും മോഡൽ പേപ്പറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യുക. വിത്ത് ദ ടൈം സ്ലോട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ലാക്ക് ചെയ്യുന്നത് അവിടെ പ്രോപ്പർലി എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ലാക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഫിക്സ് ചെയ്യാം. സോ വിത്ത് ദാറ്റ് ഐ എം കൺക്ലൂഡിങ് മൈ പ്രസന്റേഷൻ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.